കളമശ്ശേരിയിൽ ഇന്നലെ നിയന്ത്രണം വിട്ട് മറിഞ്ഞ ഗ്യാസ് ടാങ്കർ ഉയർത്തി ഇരുപരത്തേക്ക് കൊണ്ടുപോയി. റോഡ് വീണ്ടും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പുലർച്ചെയോടെ ക്രെയിൻ എത്തിച്ചാണ് ടാങ്കർ ഉയർത്തിയത്. വ്യാവസായിക ആവശ്യത്തിലുള്ള വാതകം നിറച്ച ടാങ്കറാണ് മറിഞ്ഞത്. ഇരുപരത്തെ BPCL പ്ലാന്റിൽ നിന്നും ഗുജറാത്തിലേക്ക് പോവുകയായിരുന്ന കളമശ്ശേരി TVS ജംഗ്ഷനിൽ വെച്ച് മറിയുകയായിരുന്നു. ആശങ്കയുടെ ആ മണിക്കൂറുകൾ അവസാനിച്ചിരിക്കുന്നു. കൊച്ചിയിൽ മറിഞ്ഞ ടാങ്കർ, വാതക ടാങ്കർ അത് ഉയർത്തി. അതോടൊപ്പം തന്നെ അതിന്റെ ഡ്രൈവർ ക്യാബിൻ മാറ്റി. മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശ്രമം അത് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോഴത് വീണ്ടും ഇവിടേക്ക് BPCLന്റെ ഇരുമ്പനത്തുള്ള പ്ലാന്റിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം ഇതിനൊപ്പം തന്നെയും മറ്റേതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് ഇന്ധനം നീക്കേണ്ടി വരികയാണെങ്കിൽ അതിനുവേണ്ടി സജ്ജമാക്കിയ ഡമ്മി ടാങ്കർ കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവിടെ നിന്ന് പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റുന്നു. ഇന്നലെ രാത്രിയാണ്, അർദ്ധരാത്രിയാണ് ഈ ടാങ്കർ വ്യാവസായിക വാതകവുമായി ഇവിടേക്ക് ഇരുമ്പരത്ത് നിന്ന് ഗുജറാത്തിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ കളമശ്ശേരിയിലെ TVS ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട് ഇവിടെ മറിയുന്നത്. 20 ടണ്ണോളം ഇന്ധനം ഇതിനകത്ത് ഉണ്ടായിരുന്നു, വാതകം ഇതിനകത്ത് ഉണ്ടായിരുന്നു. പ്രൊപ്പലൈൻ ഗ്യാസ് ആയിരുന്നു. ഗുജറാത്തിലേക്ക് വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു. BPCLൽ നിന്ന് ഇവിടെ വെച്ച് ഈ ടാങ്കർ മറിയുകയും അതിന് ഗുരുതരമായ രീതിയിൽ തന്നെ ആശങ്ക ഉയർന്നിരുന്നു. കാരണം ഇതിൽ നിന്ന് വാതകം ചോരുന്നുണ്ടോ എന്നായിരുന്നു ആദ്യത്തെ സംശയം. അതില്ല എന്ന് സ്ഥിരീകരിക്കും. തുടർന്ന് ഈ ടാങ്കർ ഉയർത്താനുള്ള ശ്രമങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അർദ്ധരാത്രി പിന്നിട്ടതിനു ശേഷം ടാങ്കർ ഉയർത്താനുള്ള ശ്രമങ്ങൾ നടന്നു. അപ്പോൾ അതിന്റെ റെഗുലേറ്ററിൽ ചില തകരാറുകൾ കണ്ടു. ഇതിൽ ചോർച്ചയുണ്ട് എന്ന രീതിയിലേക്ക് വന്നു. പിന്നീട് പരിശോധനകൾക്ക് ശേഷം അത് നിയന്ത്രിതമായ രീതിയിലാണെന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നും BPCL അറിയിച്ചു. അവർ തന്നെ ആ റെഗുലേറ്ററിന്റെ ചോർച്ച പരിഹരിക്കുകയും തുടർന്ന് പുലർച്ചയോടുകൂടി ഡമ്മി ടാങ്കർ ഇവിടേക്ക് എത്തിക്കുകയും ഇതിൽ നിന്ന് വാതകം നീക്കണോ അതോ അതിന്റെ ഡ്രൈവർ ക്യാബിൻ കൊണ്ടുപോകണമോ എന്നതിലായിരുന്നു ചർച്ച. അതിൽ ഡ്രൈവർ ക്യാബിൻ കൊണ്ടുവരികയും ഇതിൽ തകരാറ് സംഭവിച്ച ഇതിൽ മറിഞ്ഞു വീണ ഡ്രൈവർ ക്യാബിൻ അത് പൂർണ്ണമായി മാറ്റി പുതിയ ഡ്രൈവർ ക്യാബിൻ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തിരിച്ച് കൊണ്ടുപോവുകയുമാണ്. അങ്ങനെ ഒരു ആശങ്ക ഇത് സംബന്ധിയായ കാര്യങ്ങളുണ്ടായിരുന്ന പൂർണ്ണമായും ഒഴിവായിരുന്നു. ഇതുവഴിയുള്ള ഗതാഗതം ഇന്നലെ അർദ്ധരാത്രി മുതൽ അത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. മറ്റു വഴിയിലൂടെയായിരുന്നു വാഹനം തിരിച്ചുവിട്ടിരുന്നത്. ഇനിയിപ്പോൾ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്യും. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വിശദമായ രീതിയിൽ തന്നെ BPCL അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ആശങ്ക, വലിയ രീതിയിലൊരു ആശങ്കയുണ്ടായിരുന്നു. അത് പൂർണ്ണമായും മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശ്രമം പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും എല്ലാം പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അത് ഒഴിവായിരിക്കുന്നു എന്നതാണ്. കളമശ്ശേരിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ജാനി പോൾ, News 18.